രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ കോഴിക്കോട് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ടൈമൊക്കെ ദാ കുളിച്ച് റെഡിയായി. അയാൻ കുളിച്ച് റെഡിയായി. ഇനി ഞാൻ എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനും കുളിച്ച് റെഡിയാവും, വാപ്പച്ചിയും കുളിച്ച് റെഡിയാവും. ചെറിയ വരിയെന്നാ തുടങ്ങി. ആദ്യം അയിമ കുളിച്ചു, പിന്നെ അയാൻ കുളിച്ചു, ഇനി ഞാൻ കുളിക്കും, പിന്നെ വാപ്പച്ചി കുളിക്കും, എല്ലാരും കുളിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ വിടുക. 7 മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ തന്നെ 7:30 ആയിട്ടുണ്ട്. 7:45. കെട്ടിപ്പിടിച്ച് മാറിക്കണം എന്ന് വെച്ചിട്ട് ഉറങ്ങി. മുണ്ടെടുത്ത് കണ്ണാടി വെച്ച് കിടക്കുന്നു. അപ്പൊ വേഗം പോയി റെഡി ആയിട്ട് വരാം. എലക്ഷന്റെ റിസൾട്ട് വരുന്നത് കൊണ്ട് പ്രസവം മുറിക്കാതെ ഫ്രണ്ടിൽ കൂടെ ആണുങ്ങൾ നടക്കുന്ന പോലെ ഇരിക്കുക. കണ്ടോ, ചുവപ്പിനെ ജയിപ്പിക്കണം എന്നും പറഞ്ഞോണ്ട് നടക്കണം. ജയിച്ച വൻ ചെലവാണ് ഞങ്ങൾക്ക് ഇന്ന്. അപ്പം അതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു. ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ വേഗം പോയി കുളിച്ച് ഞാനും കൂടെ കുളിക്കണം. കുളിച്ച് റെഡി ആയിട്ട് വരാം. നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, വെളുത്ത് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ദാ ഞങ്ങൾ ഒരുങ്ങി, ഡ്രസ്സൊക്കെ ഇട്ടു, പെട്ടിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വയനാട് പോവും. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സൊന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്നലെ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ്. ഇന്നലെ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ. നല്ല കോട്ടൺ ചുരിദാർ. ഒരാൾ ഇലക്ഷൻ്റെ ചൂടിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങട്ടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇനി തിരിച്ചു കൊടുക്കും. എന്താ വല്ല നടക്കുമോ? അപ്പം നമ്മൾ അകത്തോട്ട് വെക്കുവോ? അടച്ചു. 112 വോട്ടിന് മുന്നിൽ. ആരും മുന്നില് പോകാം. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. ഇറങ്ങട്ടെ. നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ കയറി. വെജ് ആണല്ലോ അല്ലേടാ? എങ്ങനെ പറയുന്നേക്ക, ഹിന്ദിക്കാരല്ല, എങ്ങനെയാ രാവിലെ തുടങ്ങിയതാ കളിയാക്കാനായിട്ട്. എന്താ ചെയ്യാൻ? ഉറക്കം വരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും ഉപ്മാവ്, അയാനും അയിമായും മസാല ദോശയും നെയ്റോസ്റ്റുമാണ്. എങ്ങനെ ഉണ്ടോ മസാല ദോശ? മസാല ദോശ ഉള്ളോ? എങ്ങനെയുണ്ട്? ഉപ്മാവ്. ഇതാണ് ഉപ്പുമാവ്. കഴിച്ചോക്കാം. കറിയില്ല കഴിക്കുന്നത് നല്ലതല്ലേ?
അപ്പൊ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മള് കേറി. നമ്മളിപ്പം അടിവാരം ഒക്കെ ആവാറായി. താമര അയാനൊന്നും ചുമ്മാ എനിക്ക് എന്താണ് അയിമ ഉറങ്ങിക്കോ? അതിനവനൊന്നും ചെയ്തില്ലല്ലോ. അയാനെ അവളെ വെറുതെ ഇളക്കി എന്റെ സ്വഭാവം മാറും കേട്ടോ. അപ്പൊ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് കേറി. ഇനി മേളിലോട്ട് അടിവാരം എത്താറായി. അയ്മക്കുട്ടി ഉറങ്ങുവാണ്. അയാനും ഞാനും ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ ഇനി നമുക്ക് ചുരമൊക്കെ കേറുമ്പോ കാണാം. ഞങ്ങള് കഴിഞ്ഞ വർഷം ചൂരൽമലയിലൊക്കെ പോയി. ചൂരൽമലയിലൊക്കെ പോയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു കണ്ടിട്ട്. അപ്പം കണ്ടുപോലെ റോഡൊക്കെ അന്നത്തെ പോലെ തന്നെ ചെറിയൊക്കെ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പണിയൊന്നും പൂർത്തിയായിട്ടില്ല. ക്യാരറ്റ് വീട്ടിൽ എവിടാണോ വീട്? നിങ്ങളെന്താ ഇവിടെ നിക്കണേ? ആണോ? എവിടെ? അതാണ് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും ഒരാളുടെ വീട് കാണുമല്ലോ. എത്രയാ? 60 രൂപ. ഇതെന്താ ഫുൾ മാങ്ങാണോ? പേരക്ക ഉണ്ട് കേട്ടാ. ആണോ? എന്നാ രണ്ടായിട്ട് വാങ്ങ. രണ്ടെണ്ണം പേരക്കായും കൂടെ എടുക്കണം. 100 രൂപ ആക്കി എടുക്കാം. ഇത് 5 എടുത്താലും മതി. യൂട്യൂബ് ചാനലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമോ നീ? എന്നാ സബ്സ്ക്രൈബ് ചെയ്യും. ഇവനെ 6ാം ക്ലാസ്സില. ഇനി 6ല്. നീ ഇനി എത്രയില്ല? 6ക്ക്. കറക്റ്റ് അയാന്റെ പ്രായമാ. വെയിലാണ് മാറിയിരിക്കണേ കേട്ടോ. പൈസ കൊടുത്തു. ഓക്കെ. അപ്പൊ ബെസ്റ്റ് ഓഫ് നിങ്ങളുടെ എന്നാ പേര്? അത് ഞങ്ങളിപ്പോ ചെയ്തോ? മലബാറി വൈബ്. നിനക്കെന്നാ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? കാര്യായിട്ടൊന്നുമില്ല. മലബാറി വൈബ് തന്നെ. മലബാറിന്റെ വൈബ് അല്ലേ? നീയാണോ ചെയ്യുന്നേ? ഞാനോ? ഞാൻ പഠിക്കുക. അല്ല, നീയാണോ ചെയ്യുന്നേ? യൂട്യൂബ് ചെയ്തേക്കാവേ. നിങ്ങള് സ്ഥലം എവിടെ? ആലപ്പുഴ. നിങ്ങളെ അതില് കാണില്ലേ? ഇല്ല, പിന്നെ നീയുണ്ട്. ഇടുമ്പോ കാണാം. 1.5. അമ്പടാ പൊളിച്ച്. കൂടെ പഠിക്കുകയും ചെയ്യണം. അല്ല, ഞാൻ നാട്ടിലായിരുന്നു, മലപ്പുറമായിരുന്നു. പിന്നെ ഇക്കൊല്ലം ഇങ്ങോട്ട് വന്നതാ. 3 കൊല്ലം ഇവിടെ ആയിരുന്നു. പിന്നെ ഉമ്മാക്ക് പ്രഗ്നൻസി ലീവ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയി. സ്കൂളിൽ തന്നെയാണ് ഈ ചൂരൽമല സ്കൂളിലായിരുന്നു. മറ്റേ ഇത് നടന്നപ്പോ മറ്റേ മാഷിന്റെ സ്കൂള്. ഉണ്ണിമാഷ് ഞങ്ങളുടെ നാട്ടുകാരനാ.
അമ്പലപ്പുഴ ആലപ്പുഴന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് അമ്പലപ്പുഴ ഭാഗത്ത് പുന്നപ്പുറ ഭാഗത്ത്. ഇപ്പോഴും അവിടെ തന്നെയാ? അവിടെ ഇല്ലല്ലോ ഇപ്പൊ എവിടെയാ? അറിയില്ല, ഞാൻ ഇക്കൊല്ലം അവിടെ ഇല്ലായിരുന്നു. ആ നീ അവിടെ തന്നെയാണോ പഠിച്ചത്? ആ വെള്ളാണ് അല്ലേ? പഠിക്കണം നന്നായിട്ട് കേട്ടാ. അത് ഇത് നിങ്ങക്ക് പോക്കറ്റ് മണിക്കുള്ള കാശാണ്. തരും നിങ്ങൾ ഇത് ഇവിടെ അതല്ലേ ഇത് എനിക്ക് ഞങ്ങളെ ഫാമിലി ടൂർ ആയിട്ട് ഊട്ടിക്ക് പോകും. അതിന് വേണ്ടിയാണോ? അതിന് വേണ്ടിയാണോ? അതിന് വേണ്ടി ഞാൻ കച്ചവടം ആ കൊള്ളാം. നിങ്ങളെല്ലാരോടും പോവും? ഞാൻ വെറുതെ ഞാൻ വെറുതെ വന്നതാ. അപ്പൊ ശരിയാ. കേട്ടല്ലോ അല്ലേ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ പല ചാനലുകളും വീണ്ടും കുറഞ്ഞു 39. കണ്ണാടി ഞാൻ കൊടുത്തു. ആ കണ്ണാടി കിട്ടി. അപ്പൊ നല്ല പയ്യന്മാരുണ്ടോ അവന്മാര്? എന്റെ വയസ്സ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവന്മാര് ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണ്, ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പൈസ കൂട്ടുന്നത്. കണ്ട അവരുടെയൊക്കെ ആ ഒരു മൈൻഡ്. അയാൻമോൻ ആ മൈൻഡ് ഉണ്ടോടോ? അയാമോനൊരു 1500 എടുത്താവും പെട്ടെന്ന് തന്നെ ഫിറ്റ് ടാങ്കിലോട്ട് ഒരു 10 മീനെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയും കുറെ പിള്ളേരുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന. ഹയാഷിയുടെ ബോർഡായി. അപ്പൊ നമ്മള് റിസോർട്ടിലോട്ട് എത്താൻ പോവുകയാണ്. ഇനി ആകെ 2.something കിലോമീറ്ററും കൂടെ ഉള്ളൂ. എന്റെ ഫോണുണ്ട് അതാണോ? നിങ്ങളുടെ ഫോണല്ലേ വീഡിയോ എടുക്കുന്നത്? ഞാനോർത്തിന് ആ കടയിൽ വെച്ച് മറന്നു. എന്നിട്ടല്ലേ വീഡിയോ. അപ്പൊ നമുക്ക് റിസോർട്ട് കാണാം. കഴിഞ്ഞ വട്ടം നമ്മൾ റിസോർട്ടൊക്കെ എടുത്തപ്പോഴത്തേക്ക് നമ്മള് വൈകുന്നേരം കഴിഞ്ഞ വർഷം ഞങ്ങള് വന്ന അതേ സെയിം റിസോർട്ട് തന്നെയാണ്. പക്ഷെ അയിമാക്ക് കൈ ഒടിഞ്ഞോണ്ട് ഞാൻ എടുത്തില്ല അവിടെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അതോടുകൂടി വീഡിയോ എടുപ്പ് നിർത്തിയതാണ്. ഇനി ഫുള്ള് കാണും. ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കും കുറച്ചും കൂടെ. അത് അവിടെ നിന്നുള്ള ഒരു വ്യൂ. ഹയാഷി ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ അല്ലേ? എവിടെ വെച്ചാൽ സ്വർണം പോയെ അറിയാവോ? ഏതാണെന്ന് അറിയാം. ഇല്ലേ? വീട്ടിലാണ് നാട്ടുപോയി. ആ എന്തിനാ പുളിവില്ലല്ലോ പറയണേ. അവന് വേറെ പണിയൊന്നുമില്ല. അവൻ പുളുവില്ല വേണമെന്ന് പറഞ്ഞിട്ടാ. അക്വേറിയൊക്കെ വെച്ചല്ലോ. രഥം അതെ, ആഷിഖ് എന്നല്ല അവന്റെ പേര്, തഷ്രീഫ് എന്നാ. ഞാൻ അടിച്ചിട്ടിരിക്കുന്ന ആഷിഖ് എന്നല്ലേ. ഞാൻ വന്നോടനെ ചോദിച്ചാൽ ആഷിഖ് ഇല്ലേന്ന്. അപ്പൊ ഇവര് പറഞ്ഞു ആഷിഖ് നാട്ടിൽ പോയെന്ന്. തോറ്റു തിന്നാൻ പാടി. എന്റെ പൊന്നെ, അസ്സലാമലൈക്കും. വാ, എന്താണ് ക്ഷീണമാണല്ലോ? ക്ഷീണിച്ചല്ലോ. കൈ എന്റെ പൊന്നെ പേടിയാ. ഇന്നാ 4-ാം തീയതിയാ, കറക്റ്റ് ദിവസമാ. ഞാൻ പറഞ്ഞ എവിടെയും പോവല്ലോ, എന്റെ അടുത്ത് തന്നെ ഇരുന്നോണേ.
ആണ്. റൂം ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ, ഗസ്റ്റ് ഒക്കെ പോയിട്ട്. കണ്ടോ, ഫുള്ള് കാണിച്ചോ? ഇതാ ഇത് ബാൽക്കണി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ താമസിച്ചത് തൊട്ടപ്പുറത്തായിരുന്നു, മേളിലായിരുന്നു. പിന്നെ അയാളിപ്പോ പറഞ്ഞോണ്ട് ഞങ്ങൾ ചിരിച്ചെന്താന്നറിയാവാ, ഇങ്ങോട്ട് വാ, സെമിത്തേരി ഉണ്ടോ. അയാൾ പറഞ്ഞ് രാത്രിയാകുമ്പോ എല്ലാവരും വരുമോ. ഞാൻ പറഞ്ഞ പേടിക്കേണ്ടത്, ഇവിടെ വേലിയൊക്കെ ഉണ്ട്. പ്രേതത്തിന് എന്ത് വേലി? വേലി ചാടാൻ പറ്റത്തില്ല പ്രേതത്തിന്. അവിടെ ഇതുണ്ട്, കുരിശുണ്ട്. പിന്നെ ആ റോഡിൽ കൂടെയാണ് നമ്മള്, അവിടെ കുരിശിക്കുന്നുണ്ട്. ആ കുരിശുണ്ട്. ആ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോ വന്നപ്പോ ഞാൻ കാണിച്ചു തന്നില്ലേ ഹയാഷി റിസോർട്ട്സ്. അടിപൊളി വ്യൂ ആട്ടോ, നല്ല രസമുണ്ട്. അന്നത്തെ വീടല്ല കേട്ടോ, നമ്മൾ അന്ന് താമസിച്ചത് ഈ ഏരിയ ഫുള്ള് ഈ ഏരിയ അല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പൂള് ആളായിപ്പോ, അല്ലെങ്കിൽ നമുക്ക് പൂൾ വില്ലൊക്കെ കൊണ്ട് കാണിക്കാം. ഇന്ന് ഫുള്ള് നമ്മളിവിടെ. നീ മാവ എടുക്കാനാണോ പോയത് ഇത്ര അർജന്റായിട്ട്? അപ്പൊ നമുക്ക് റിസോർട്ട് നോക്കാം. ഹയാഷി റിസോർട്ട്സ്. ആദ്യം പൂളിൻ്റെ അങ്ങോട്ട് പോകാന്നിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞോ അവിടെ ബേബി കുളിച്ച് കഴിഞ്ഞോ? അവൾ ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുക. അവിടെ ഒരാളിരിക്കുക, നമുക്കത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ബാ. എന്തിനാ അവിടെ ഇവിടെ ഹാളി റിസപ്ഷനിൽ വെച്ചേക്ക്. ആ നീ ഓടിച്ചേ നോക്കട്ടെ. മറ്റേതെടുത്തില്ലേ? ഇതാരുടെയാണ്? ആണോ? വൈഫാണ് അവിടെ ഇരിക്കുന്നത്? അത് ശരി, ഞാൻ കണ്ടേ സംസാരിച്ച്. അങ്ങനെ മറിക്കട റിസോർട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇതാ കാണുന്ന പ്ലേ ഏരിയയിലാണ് അയിമ വീണത്, കൈയൊടിഞ്ഞത്. അതുകൊണ്ട് അയിമായി ഇന്ന് പ്ലേയിൽ ഇറക്കുന്നില്ല. വൈകിട്ട് ഉച്ചയായിട്ട് മാത്രം നിന്നിറങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചില്ല, ഞങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ അത്ര നേരത്തെ എങ്ങനെ കഴിക്കാൻ പറ്റും? സൂക്ഷിക്കണ്ട, എനിക്ക് പേടിയാ കുഞ്ഞു. അതും ക്യൂട്ടായിരിക്കും. നമ്മുടെ റൂം എങ്ങനെയാണോ താഴത്താണ് ഇപ്രാവശ്യം നമ്മൾ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാന്നറിയാം, താഴത്താകുമ്പോഴേ പേടിക്കണ്ട, മഴയൊക്കെ പെയ്താലും കുലുങ്ങുമെന്നൊന്നും പേടിക്കണ്ടല്ലോ. ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മഴ പെയ്തിട്ട് ഞാൻ രാത്രി ഫുൾ ഉറങ്ങാതെ ഇങ്ങനെ കണ്ണു നിരിച്ചിരിക്കുമായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആടുന്ന പോലെ തോന്നും. പക്ഷെ ഇപ്പം അവർ കളിക്കുന്നില്ലേ, അവിടെയാണ് വീട്. പക്ഷെ ഉമ്മച്ചിയും കൂടെ വന്നിട്ട് എൻ്റെ ഇറക്കുള്ളൂ. ഇപ്പം പോണ്ട, നമുക്ക് പേടിയാട്ടോ, നാളെ തൊട്ട് കളിച്ചു. ഒരു കാര്യം പറയട്ടെ, അവരില്ലേ പക്ഷെ എന്നോട് ഫ്രണ്ട്സ് ആവത്തില്ല. അത് നമുക്ക് ആക്കാം, കളിച്ചു വരുമ്പോൾ ആയിക്കോളും.
കഴിക്കാൻ വാ. എന്നാ ഈ താക്കോൽ അങ്ങോട്ട് വാ, ചോറെടുത്ത് വെച്ചെന്ന് പറഞ്ഞു. കളിച്ച് വാ, കഴിച്ചിട്ട് വരാം. നമുക്ക് വാപ്പച്ചി വന്നോളൂ. കയറി വരുമ്പോൾ ഒരു റിസപ്ഷൻ, പിന്നെന്തായിരുന്നു, പിന്നെ നേരെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമുക്ക് പൂളുണ്ട്. ഇതാണ് പൂള്. ആ ഓ, മീൻ വറുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വരുന്നുണ്ട്, വിളിച്ചതാ ന്യൂസ് തീരാതെ ഇനി ഒന്നും പറയണ്ട എൻ്റെ മുന്നേ. പോയി കഴുകിയിട്ട് വന്നിട്ട് കഴിക്കാം. പാപ്ച്ചിന് ഇതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പാപ്ച്ചി വന്നിട്ട് പയ്യെ കഴിച്ചോളൂ, നമുക്ക് കഴിക്കാം. ഇവിടെ വേണം തോറ്റല്ലോ. ചോറും കുറേ പച്ചക്കറിയും. ആ വെള്ളം കണ്ടിട്ട് ഇനിയിപ്പോൾ കൊണ്ടുവരും. അപ്പം ഞാൻ റൂമിൽ വന്ന് കുറച്ച് നേരം മാറി കിടന്നു കേട്ടോ. അപ്പം അയാനും അയ്മായും ഒക്കെ പൂളിൻ്റെ അവിടെ ഇരിക്കാൻ നമുക്ക് പോയി നോക്കാം. പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്, എന്തായി നോക്കാവേ. ഇങ്ങോട്ട് കയറി വരത്തില്ല ഇനി? ആ വരണേ. പൂളിലിറങ്ങാനാണോ ഞാൻ? കുറച്ച് കഴിയട്ടെ. അത് തണുപ്പ്. ഇത് അല്ലല്ല, ഫോൺ കുത്തിയിട്ടിട്ട് വരാൻ. വായിക്കാത്ത വിഴുങ്ങല്ലേ വെള്ളം. എനിക്ക് അവിടെ ഞാൻ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്റെ എത്ര ആഴേ ഉള്ളു. എന്റെ കണ്ണും പൊക്കമുണ്ടല്ലോ. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങാം. എടാ എന്തുവാ കഴിക്കുന്നേ? നഗറ്റ്സ്, ഫ്രൈസ്. മറ്റേതും കൂടെ എടുക്കും. ഏത്? ആ അതെടുക്കാം. ഫ്രൈസ്. നല്ല സ്ട്രോങ് ചായ അല്ലേ? എന്തുവാടെ ഇട്ടിളക്കുന്നേ? സോസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ സോസ് അല്ലേ കഴിഞ്ഞോ? നിനക്ക് ഫ്രൈഡ് റൈസും പനീറും, വാപ്പിച്ചിക്കും അയിമാക്കും അൽഫാമും പൊറോട്ടായും, എനിക്കൊരു പൊറോട്ടായും 2 മുട്ട പുഴുങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പുച്ചവാടാ? നിനക്കെന്താണോ ഒരു പുച്ച? വേണ്ട, കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നാക്ക് കേട്ടാ, ഒരു രക്ഷയില്ലാത്ത നാക്കാ മോളുടേത്. അയിമയുടെ കാലൊന്ന് ഇഞ്ചറി ആയിട്ടുണ്ട്. ആ ഇഞ്ചറിയും കൊണ്ടുണ്ട് അയിമ അതാ ഫ്ലാട്ടിംഗ്.
എടാ നീ ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ചോളാം. എടാ ചെല്ലട കുട്ടാ, നീ നീ ഇങ്ങനെ അത് പിടിച്ചില്ലേ? നിൽക്കല്ലേ, നിന്റെ സ്റ്റൊമക്ക് ഫുള്ളും കാണുന്നുണ്ട് വീഡിയോ. വാ വാ അയിമ പിടിച്ചോ. അവള് തന്നെ വയ്ക്കോളൂ. അയ്മ എങ്ങനെയുണ്ട്, വല്ല പേടിക്കുന്നുണ്ടോ? ചെറിയ ചാറ്റൽ മഴ, ചെറിയ വെയില്, നല്ല മിന്നർച്ചില്, അതിന്റെ കൂടെ കൂൾ വൈബ്, അടിപൊളി. അയാനൊന്ന് പിടിക്കട്ടെ. പിന്നെ എന്റെ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തരാൻ വാ. അവിടെ കാണിക്കൊന്നും വേണ്ട, പൊക്കണ്ടായി. അയാൻ മതി, കേറ്, സമയം. ബാ കേറ്. വാപ്സി കൂടെ കയറിയാ പിന്നെ തന്നെ അവിടെയൊക്കെ സ്റ്റെപ്പുണ്ട്, മുഖം പോയി ഇടിച്ചാൽ അവിടെ ഇരിക്കും കേട്ടാ. ബാ നമുക്ക് അങ്ങോട്ട് നടക്കാം. എനിക്ക് അവിടെ കൊണ്ടുപോവാ, പ്ലേ ഏരിയയിലേക്ക് 5 മിനിറ്റ് കളിക്കാനായി. നോക്കാം നമുക്ക്. അവരൊന്നും ഇല്ല എൻ്റെ കൂടെ കളിക്കാനായിട്ട്, അവരെവിടേക്ക് പോയിരിക്കും. എന്നാ നിന്നോണേ എന്ന്, എനിക്ക് പേടി. അയാൻ അകത്തോട്ട് പോയി, ഇനി വണ്ടി എടുക്കാൻ പോയതാണോന്നറിയില്ല. എന്ത് ചെയ്യുമ്പോ നീ കേറിക്കോ അതിന്റെ അകത്ത്. എല്ലാം അതുപോലെ തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ല. ഇല്ല, കുറച്ച് ഇതൊക്കെ ചെടികളൊക്കെ പിടിക്കും. അല്ല വളർന്നതാ, വളർന്നതാ, ചെറുതായിരുന്നെന്ന് നമ്മള് വരുമ്പോ. ഈ ഊഞ്ഞാല് സെറ്റ് ചെയ്ത്, ഊഞ്ഞാല് അന്നില്ലായിരുന്നു, കമ്പി മാത്രമേ ഉണ്ട്. ഏറ്റവും താഴത്തെ, അതാണ് ഞങ്ങളുടെ പൂൾ വില്ലായിരുന്നു. പിന്നെ അതെല്ലാം ഇങ്ങനെ ഹട്ട് പോലെ, ഈ ഓറഞ്ചിലാണ് നമ്മൾ ആദ്യം താമസിച്ചത്, മേളില്. ഇതിന്റെ മുകളില്, മുകളില്. പിന്നെ രണ്ടാമത്തെ ദിവസം ഇവിടെ, ഇപ്പം അവിടെ. 3 ദിവസം നല്ല രസമുണ്ടല്ലേ, ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാ. എന്താ എടുക്കണേ, എന്തിനാ ചാടുന്നെടുത്തുനിന്ന്? ചാടിക്കുമ്പോ അവിടെ ഇരിപ്പുണ്ടല്ലോ. എന്ത് ചെയ്യുവാ ഞാൻ എവിടെ പോന്നു? അപ്പം നമ്മൾ പൂളിലൊക്കെ ചാടി ഡ്രസ്സൊക്കെ മാറി, പിന്നെ താഴെ പോയി ഒരു പീസ് ബ്രെഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് വന്ന്, ഇനി ഇതാ ഞാൻ TV ഒക്കെ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് ഷട്ടിൽ കളിച്ചു, പിന്നെ വണ്ടിയൊക്കെ ഓടിച്ചു, കുറേ പരിപാടിയൊക്കെ ചെയ്തു. അപ്പം ബാക്കിയൊക്കെ നാളെ. ഇനിയിപ്പം കുറച്ച് നേരം ഇവിടെ കിടക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം, ഡിന്നർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ടുണ്ട്. നോക്കി ഇറങ്ങണേ, പയ്യനെ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു വട്ടം അയാൾ വീഴാൻ പോയി. സ്ലോപ്പാണ്, നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ സ്ലിപ്പായി പോകും. ഇതേ ഒരുത്ത സ്ഥലം നമ്മൾ വല്ല ട്രിപ്പിന് പോവുകയാണെങ്കിൽ കാണുവാണെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ വന്നോളാൻ പറ. ഇവിടെ തന്നെ വരണം. അടിപൊളി ആംബിയൻസ്, അടിപൊളി വ്യൂവും, നല്ല എക്കോ ഫ്രണ്ട്ലി ആണ്. നേച്ചറൊക്കെ നല്ല രസമാണ്, നടക്കാനൊക്കെ ഉള്ള ഗ്യാപ്പ്. പിന്നെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഗ്രില്ല്, അടിപൊളിയാണ്. കുറച്ചൊക്കെ നല്ലതാണോ? ബാക്കി എവിടെ പോയി? വന്നോ ഫ്രണ്ട്സിനെ കണ്ടില്ല എന്ന് പറഞ്ഞോണ്ട് പിന്നെ കൽപ്പറ്റൊക്കെ പോയി. കറങ്ങാൻ പോയണം. എന്തുവാ? മതി എടുത്തു. 2 മുട്ട പുഴുങ്ങി തരാൻ പറഞ്ഞു. കാരണം പറഞ്ഞാ ഞാനില്ല. പിന്നെ ഇവന് എനിക്ക് പൊറോട്ടയും മുട്ട പുഴുങ്ങിയതും.
പാപ്സിക്കും അയിമാക്കും പൊറോട്ടയും അൽഫാമും. ആ അയാന് ഇത് ഫ്രൈഡ് റൈസും പനീറും അല്ലേ. ചിക്കൻ ഇതേ ഉണ്ട്. എന്നാൽ നിങ്ങളൊരു പീസ് എടുത്തിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ വാപ്ചി എടുക്കട്ടെ. എങ്ങനെയുണ്ട്? ചിക്കൻ സൂപ്പറാ. അൽഫാം പോലത്തെയാ. ചുട്ടതാണ് കേട്ടോ. ഇല്ല, എനിക്ക് മുട്ട മതി. അയ്മ മേളിലാണോ? ഇറങ്ങിപ്പോട്ടെ, ഞാൻ ഇവിടെ നോക്കാവേ. നോക്കണോ പോയി? അടയ്ക്കണ്ട കേട്ടോ ഡോറ്. ഇവിടെ 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 അയ്മോ, അടയ്ക്കണ്ട കേട്ടോ, ക്ലോസ് ചെയ്യണ്ട. വരുന്നുണ്ട് വരുന്നുണ്ട്. വാഷ്റൂമിൽ പോയതാ. പൊരിഞ്ഞ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാനും അയാൻ്റെ വാപ്പായും കൂടെ. ആരടിച്ചിടും പെട്ടെന്നടിക്കും. അയ്യോടാ, അമ്പടോ. അവരുടെ അയ്മ അവിടെ ചെസ് കളിക്കുന്നു. മഴ നനഞ്ഞോടാ? ഇവിടെ നല്ല അടിപൊളി മഴ. ഞങ്ങൾ പുറത്തിരിക്കുകയായിരുന്നേ. പുറത്തിരുന്നപ്പോൾ നല്ല മഴ. കണ്ടോ, മേലൊക്കെ നനഞ്ഞു ഓടി ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് കുറേ നേരമൊക്കെ ഇതിലേക്ക് നടന്നിട്ട് ഞങ്ങളിതാ കിടക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഭയങ്കര തണുപ്പ്, പുതച്ചു മൂടി കിടക്കുകയാണ്. കണ്ടോ, ഇത്ര നേരം തണുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു മഴ പെയ്തങ്ങോട്ട് കഴിഞ്ഞപ്പം നല്ല തണുപ്പുണ്ട്. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ്. എനിക്ക് നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്ക് തണുപ്പുണ്ടോ? ഇവർക്കൊന്നും വലിയ തണുപ്പില്ല. അയ്മക്ക് തണുപ്പുണ്ടോ? അപ്പം തണുപ്പായതുകൊണ്ട് നേരത്തെ പുതച്ചു മൂടി മാറി കിടക്കാമെന്ന് വിചാരിച്ചു. 10:30 ആയിരുന്നു അല്ലേ? എത്ര മണിയായി? 11:30 ആയി.
11:30 അപ്പം ഞാൻ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേക്കണം, പുറത്തോട്ടൊക്കെ പോകണം. അവനിപ്പോൾ കിടക്കട്ടെ. രാവിലെ ഫ്രണ്ട്സായിട്ട് ഇമ്മക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി, അവരുമായിട്ട് കളിയായിരുന്നു. അവരുടെ വീട്ടിനകത്ത് അവരുടെ റൂമിലിരുന്ന് കളിയായിരുന്നു. അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് അയിമ വന്നു. പിന്നെ ഞങ്ങളത് ആ പുതച്ച് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഫോൺ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എഴുന്നേക്കണം, എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ വേഗം കിടന്നുറങ്ങട്ടെ. രാവിലെ എണീറ്റിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പോയി കിടന്നുറങ്ങട്ടെ. സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.